നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ ആഷിഖ് സുരേഷ്. ഞാൻ ട്രിവാൻഡ്രം SK ഹോസ്പിറ്റലിൽ കൺസൾട്ടൻറ്റ് യൂറോളജിസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. പുരുഷന്മാരിൽ മൂത്രാശയത്തിന് താഴെയും മൂത്രനാളിയെ ചുറ്റിയും ഇരിക്കുന്ന ഒരു ഗ്രന്ഥിയാണ് പ്രോസ്റ്റേറ്റ്. ഈ ഗ്രന്ഥിക്ക് സെക്ഷുവൽ ഫങ്ഷൻസ് അഥവാ റീപ്രൊഡക്റ്റീവ് ഫങ്ഷൻസ് ഒരുപാട് തന്നെ ഉണ്ട്. നമ്മുടെ സെമൻ വോളിയം, അതായത് ശുക്ലത്തിൻ്റെ ഒരു മേജർ പെർസെൻറ്റേജ്, ഒരു നല്ലൊരു ഭാഗം ഉണ്ടാക്കുന്നത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയാണ്. എന്നാൽ 50 വയസ്സിന് ശേഷം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വീക്കം സംഭവിക്കുന്നതാണ്. ഈ വീക്കത്തെക്കുറിച്ച് ഉണ്ടാകുന്ന രോഗലക്ഷണങ്ങളെക്കുറിച്ചും പിന്നെ ഇതിനു വേണ്ടിയുള്ള ചികിത്സാ രീതികളെക്കുറിച്ചുമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്ന രോഗലക്ഷണങ്ങളെക്കുറിച്ച് സംസാരിക്കാം. ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കുക, രാത്രി സമയത്ത് ഉറക്കത്തിൽ നിന്ന് എണീറ്റ് മൂത്രം ഒഴിക്കുക, മൂത്രം ഒഴിക്കുമ്പോൾ പൂർണ്ണത കിട്ടാതിരിക്കുക, യൂറിൻ പാസ് ചെയ്യുന്ന കൂട്ടത്തിൽ തരിപ്പോ രക്തത്തിൻ്റെ അംശമോ കാണുക, അതേപോലെ തന്നെ യൂറിൻ ഒഴിക്കാനായിട്ട് മുട്ടി നിൽക്കുമ്പോഴത്തേക്കും കൺട്രോൾ ചെയ്യാൻ പറ്റാതിരിക്കുക, അങ്ങനെ ലീക്കേജ് സംഭവിക്കുക, അങ്ങനെ നിയന്ത്രണമില്ലാതിരിക്കുക, ഇങ്ങനത്തെ കുറച്ച് ലക്ഷണങ്ങളൊക്കെയാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീങ്ങിയിരിക്കുമ്പോൾ നേരിടേണ്ടി വരിക. കൂടാതെ ഇടയ്ക്കിടയ്ക്ക് മൂത്രനാളിയിൽ ഇൻഫെക്ഷൻ വരുന്നതും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കത്തിൻ്റെ ഒരു ലക്ഷണമാണ്. ഇനി നമുക്ക് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കത്തിനായി ചെയ്യേണ്ടുന്ന ടെസ്റ്റുകളെക്കുറിച്ചൊന്ന് സംസാരിക്കാം. മേൽപ്പറഞ്ഞ രോഗലക്ഷണങ്ങൾ എപ്പോഴെങ്കിലും നേരിടേണ്ടി വന്നാൽ ഒരു യൂറോളജിസ്റ്റിനെ സമീപിക്കേണ്ടതാണ്. യൂറോളജി കൺസൾട്ടേഷനിൽ നമ്മൾ റുട്ടീനായിട്ട് ചെയ്യുന്ന കുറച്ച് ടെസ്റ്റുകളുണ്ട് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി അസസ് ചെയ്യാനായിട്ട്. ബ്ലഡ് ടെസ്റ്റുകളുണ്ട് ഇതിൽ, അതായത് കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്, കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ്, പിന്നെ PSA ടെസ്റ്റ്. PSA ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം പ്രായസംബന്ധമായിട്ടുള്ള വീക്കമാണോ, അണുബാധ കൊണ്ടാണോ, അതേ ക്യാൻസറിൻ്റെ സാധ്യതയുണ്ടോ എന്നൊക്കെ അസസ് ചെയ്യാനാണ്. കൂടാതെ യൂറിൻ്റെ കുറച്ച് ടെസ്റ്റുകൾ ചെയ്യണം, അതായത് യൂറിൻ റുട്ടീൻ ആൻഡ് മൈക്രോസ്കോപ്പി, അണുബാധ ഉണ്ടോ എന്ന് നോക്കാനായിട്ട് യൂറിൻ കൾച്ചർ എന്നിവയും. പിന്നെ നമുക്ക് വയറിൻ്റെ സ്കാൻ ചെയ്ത് നോക്കേണ്ടതാണ്. അൾട്രാസൗണ്ട് ചെയ്താണ് നമുക്ക് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ സൈസ് എത്ര CC, അതായത് എത്ര ml, എത്ര ഗ്രാം ഉണ്ടെന്നൊന്ന് അസസ് ചെയ്യാൻ പറ്റുക. അതോടൊപ്പം തന്നെ മൂത്രാശയത്തിൽ മൂത്രം ഒഴിച്ചതിന് ശേഷം മൂത്രം കെട്ടി നിൽക്കുന്നുണ്ടോ എന്നും കൂടെ അസസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് കൂടാതെ യൂറോഫ്ലോമെട്രി എന്നൊരു ടെസ്റ്റ് കൂടെ റുട്ടീൻലി ചെയ്യുന്നതാണ്, അതായത് മൂത്രം പോകുന്നതിൻ്റെ വേഗത അസസ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. സ്കാൻ പ്രകാരം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീങ്ങിയിരിക്കുകയാണെങ്കിൽ ചികിത്സ വേണോ വേണ്ടയോ? ചികിത്സയുടെ ആവശ്യകത ഉണ്ടാകുന്നത് സിംറ്റംസ്, അതായത് രോഗലക്ഷണങ്ങളുള്ള വ്യക്തികൾക്ക് മാത്രമാണ്. ചിലർക്ക് സ്കാൻ പ്രകാരം പ്രോസ്റ്റേറ്റ് വീക്കം ഉണ്ടായേക്കാം, എന്നാൽ യാതൊരുവിധ രോഗലക്ഷണങ്ങളും ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. അങ്ങനെയുള്ളവർക്ക് ടാബ്ലറ്റുകളുടെയോ സർജറിയുടെയോ ആവശ്യമില്ല. രോഗലക്ഷണങ്ങൾ കാരണം നമ്മുടെ ജീവിത രീതി തന്നെ മാറുന്നു എന്നുള്ളൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് എന്തായാലും ആവശ്യമുണ്ട്. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കത്തിനുള്ള ട്രീറ്റ്മെൻറ്റുകൾ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്സും ഉണ്ട്, സർജിക്കൽ ട്രീറ്റ്മെൻറ്റ്സും ഉണ്ട്. മെഡിസിൻസ് എന്ന് പറഞ്ഞാൽ റുട്ടീനായിട്ട് നമ്മൾ ഒരു ആൽഫ ബ്ലോക്കേഴ്സ് എന്നൊരു ക്ലാസ് ഓഫ് മെഡിസിൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഈ ഡ്രഗ്സിൻ്റെ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ചുറ്റിയിരിക്കുന്ന മൂത്രനാളിയിലെ മസിൽസിനെ റിലാക്സ് ചെയ്യുക, അതായത് മൂത്രം കുറച്ചുകൂടെ സ്പീഡിൽ പുറത്തു വരിക എന്ന ഈ ഡ്രഗ്സ് എൻഷുർ ചെയ്യും. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം കുറയ്ക്കാനുള്ള മെഡിസിൻസും അവൈലബിൾ ആണ്. ഇതെല്ലാം PSA ടെസ്റ്റിൻ്റെയും പിന്നെ അൾട്രാസൗണ്ട് സ്കാനിൻ്റെ റിപ്പോർട്ട്സിനെയും ബേസ് ചെയ്താണ് നമുക്ക് ഏത് മെഡിസിൻസാണ് പേഷ്യൻറ്റിന് പ്രിസ്ക്രൈബ് ചെയ്യേണ്ടതെന്ന് ഡോക്ടേഴ്സ് തീരുമാനിക്കുക. മെഡിക്കൽ തെറാപ്പി കൊണ്ട് പ്രയോജനം രോഗിക്കുണ്ടായില്ലെങ്കിലോ അല്ലെങ്കിൽ മെഡിക്കൽ തെറാപ്പി എടുത്തിട്ട് മെഡിസിൻസ് കഴിച്ചുകൊണ്ടിരിക്കുന്ന വഴിയെ മൂത്ര തടസ്സത്തിലേക്ക് പോവുകയാണെങ്കിലോ ഓപ്പറേഷൻ, അതായത് സർജിക്കൽ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ടി വരും. ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്കായിട്ട് ചെയ്യുന്ന സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എൻഡോസ്കോപ്പിക് ട്രീറ്റ്മെൻറ്റ്, അതായത് കീ ഹോൾ എന്ന് പറയുന്നത് TURP എന്ന സർജറിയാണ്, ട്രാൻസ് യൂറിത്രൽ റിസെക്ഷൻ ഓഫ് ദ പ്രോസ്റ്റേറ്റ്. അതിന് തന്നെ 2 ടൈപ്പ് ഉണ്ട്, മോണോപോളാർ ആൻഡ് ബൈപോളാർ എന്ന് പറയുന്നത്. പിന്നെ അതുകൂടാതെ ഇനിയൊരു തരത്തിലുള്ള എൻഡോസ്കോപ്പിക് ട്രീറ്റ്മെൻ്റ് ആണ് ലേസർ പ്രോസ്റ്റേറ്റ് സർജറി. ഇതിൽ ലേസർ പ്രോസ്റ്റേറ്റ് സർജറിയുടെ അഡ്വാൻറ്റേജസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഹൃദ്രോഗികൾക്കും സ്ട്രോക്ക് വന്ന ആൾക്കാർക്കും ഇപ്പോൾ ബ്ലഡ് തിന്നേഴ്സ് എടുക്കുന്ന വ്യക്തികൾക്ക് അവർക്ക് എസ്പെഷ്യലി ഇത് വളരെ സേഫ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. ലേസർ ടെക്നീക്കിലൂടെ ബ്ലീഡിങ്ങിൻ്റെ റിസ്ക് ഒട്ടും തന്നെ വരുന്നില്ല. പിന്നെ പ്രോസ്റ്റേറ്റിൻ്റെ 90% to 95% ഓഫ് ദ വോളിയം നമുക്ക് അതിലൂടെ നീക്കം ചെയ്യാൻ പറ്റുന്നതുമാണ്. പിന്നെ എത്ര വലിയ ഗ്രന്ഥിയാണെങ്കിലും ലേസറിലൂടെ നമുക്കത് ടാക്കിൾ ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്കത് അതിൻ്റെ സൈസ് കുറച്ച് പേഷ്യൻറ്റിന് തടസ്സമില്ലാതെ മൂത്രം പോകാനുള്ള ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം ഉണ്ടാകാവുന്ന രോഗലക്ഷണങ്ങളെ പറ്റിയും ചികിത്സാ രീതികളെക്കുറിച്ചും നമ്മളിന്ന് ചർച്ച ചെയ്തു. മേൽപ്പറഞ്ഞ സിംറ്റംസ് ഉള്ള ആരെങ്കിലും നിങ്ങളുടെ പരിചയത്തിലുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയം പ്രകാരം പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലോ അടുത്തുള്ളൊരു യൂറോളജിസ്റ്റിൻ്റെ സേവനം തേടേണ്ടതാണ്. താങ്ക് യു.